കേരളത്തിൽ കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ക്ഷേത്രത്തിൽ കുംഭമാസത്തിലെ ഭരണിനാളിൽ തുടങ്ങി മീനമാസത്തിലെ ഭരണിനാളിൽ അവസാനിക്കുന്ന പ്രസിദ്ധമായ ആഘോഷം കൊടുങ്ങല്ലൂർ ഭരണി എന്നറിയപ്പെടുന്നു. ഈ സമയത്ത് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് സർവ്വ ഐശ്വര്യത്തിന് കാരണമാകും എന്ന വിശ്വാസത്താൽ ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു. അസുര ചക്രവർത്തിയായ ദാരികൻ വധത്തിനു ശേഷം കോപം ശമിക്കാത്ത ഭദ്രകാളിയെ ശാന്തയാക്കാൻ ഭൂതഗണങ്ങൾ തെറിപ്പാട്ടും ബലിയുമായി നൃത്തം ചെയ്ത ഐതിഹ്യമാണ് കൊടുങ്ങല്ലൂർ ഭരണിക്ക് പിന്നിലുള്ളത്. മീനമാസത്തിലെ ഭരണിനാളിൽ ഈ ക്ഷേത്രത്തിൽ കോമരങ്ങളുടെ തുള്ളലും ഭരണിപ്പാട്ടും സവിശേഷമാണ്. പരശുരാമൻ ദ്രാവിഡ ശൈലിയിൽ പൂജകൾ നടത്തിയിരുന്ന സ്ഥലത്ത് ദേവീ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ക്ഷേത്രം സ്ഥാപിച്ചു എന്നും വിശ്വാസങ്ങളിൽപ്പെടുന്നു. ചിലപ്പതികാരത്തിലെ നായിക കണ്ണകി കൊടുങ്ങല്ലൂരിൽ ഭദ്രകാളിയുമായി ലയിച്ചു എന്നും ചേരൻ ചെങ്കുട്ടവൻ ഇവിടെ കണ്ണകിക്ക് ക്ഷേത്രം പണിതു എന്നും മറ്റൊരു വിശ്വാസം. ആദി ശങ്കരാചാര്യർ ഈ ക്ഷേത്രത്തിൽ 5 ശ്രീചക്രങ്ങൾ പ്രതിഷ്ഠിച്ച് ദേവി ചൈതന്യത്തെ ശാന്തമാക്കിയതായി വിശ്വസിക്കപ്പെടുന്നു. ചുവന്ന പട്ടുടുത്ത് വാളും ചിലമ്പും ധരിച്ച ധാരാളം വെളിച്ചപ്പാടുകൾ അന്നേ ദിവസം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. ദുരിതങ്ങൾ ഒഴിയാനായി വാളും ചിലമ്പും ധരിക്കുക, ചെമ്പട്ടുകൊണ്ട് കോഴിക്കല്ല് മൂടുക, മഞ്ഞളും കുരുമുളകും സമർപ്പിക്കുക തുടങ്ങിയ വഴിപാടുകൾ പ്രധാനം. കാവുതീണ്ടൽ സമയത്ത് ധാരാളം ഭക്തർ ദേവിക്ക് മഞ്ഞൾ പൊടി സമർപ്പിക്കുന്നു. രോഗശാന്തിക്കും ദുരിത നിവാരണത്തിനായും വസൂരിമാല ദേവിക്ക് മുന്നിലാണ് മഞ്ഞൾപ്പൊടി വഴിപാടായി നൽകുന്നത്. ഭക്തർ മഞ്ഞൾപ്പൊടി വാങ്ങി ക്ഷേത്രത്തിനുള്ളിൽ വസൂരിമാലയുടെ നടയിലോ ക്ഷേത്രത്തിന്റെ ഭിത്തികളിലോ വാരി വിതറുന്നു. മഞ്ഞൾപ്പൊടി ചാർത്തൽ വഴിപാട് വസൂരിമാല ദേവിക്ക് വളരെ പ്രിയപ്പെട്ടതായി കണക്കാക്കുന്നു. കേരളത്തിലെ ഏറ്റവും പുരാതനവും ജനകീയവുമായ ഉത്സവങ്ങളിലൊന്നായി കൊടുങ്ങല്ലൂർ ഭരണി അറിയപ്പെടുന്നു.